സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ സായുധ സേനയ്ക്കായി പ്രധാന കരാറുകൾക്ക് അംഗീകാരം നൽകാൻ ഒരുങ്ങുകയാണ്. സായുധ സേനയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രധാന പരിപാടികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ 60 മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും 5 S-400 എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും വാങ്ങാനുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച യോഗം ചേരും. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി തദ്ദേശീയമായി നിർമ്മിച്ച റിമോട്ട്ലി പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റുകളുടെ 4 സ്ക്വാഡ്രണുകൾ ആളില്ല കോമ്പാക്ട് ജെറ്റുകൾ എന്നും അറിയപ്പെടുന്നു വാങ്ങാനുള്ള നിർദ്ദേശവും അംഗീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 800 കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വലിയ അളവിൽ വാങ്ങാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പദ്ധതിയും അംഗീകാരത്തിനായി വരുമെന്ന് പ്രതിരോധ സ്ഥാപനത്തിലെ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സായുധ സേനയ്ക്കായി പുതിയ ആയുധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരമോന്നത സ്ഥാപനമാണ് DAC. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കുന്ന യോഗത്തിൽ പ്രതിരോധ സ്റ്റാഫ് മേധാവി, 3 സൈനിക മേധാവികൾ, പ്രതിരോധ സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന ഉന്നത സൈനിക നേതൃത്വം പങ്കെടുക്കും. 5 സിസ്റ്റങ്ങൾക്കായുള്ള മുൻ കരാറിലെ 4ാമത്തെ സ്ക്വാഡ്രൺ സ്വീകരിക്കാൻ ഇന്ത്യൻ വ്യോമസേനാ ടീമുകൾ റഷ്യയിലായിരിക്കുന്ന സമയത്ത് S-400 സുദർശൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ 5 യൂണിറ്റുകൾ കൂടി വാങ്ങുന്നതിനുള്ള കേസ് പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 4ാമത്തെ സംവിധാനം ഈ വർഷം ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5ാമത്തെ സ്ക്വാഡ്രൺ നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നയിക്കുന്ന പ്രോജക്ട് കുഷയ്ക്ക് കീഴിൽ തദ്ദേശീയമായി നിർമ്മിച്ച ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനങ്ങളുടെ 5 സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതിനുള്ള അനുമതിയും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിച്ചു. മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യൻ വ്യോമസേന 60 വിമാനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ബ്രസീലിയൻ കമ്പനിയായ എംബ്രയർ, അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ, റഷ്യൻ നിർമ്മാതാക്കളായ ഇല്യൂഷൻ എന്നിവ കരാറിനായി പ്രധാന മത്സരാർത്ഥികളാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം 300 തദ്ദേശീയ ധനുഷ് ഹോവിറ്റ്സറുകൾ വാങ്ങാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നിർദ്ദേശവും യോഗത്തിൽ ക്ലിയറൻസിനായി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും തങ്ങളുടെ പ്രതിരോധ പങ്കാളിത്തം ഒരു പുതിയ ഘട്ടത്തിലേക്ക് മുന്നേറുകയാണ്. പരമ്പരാഗത വാങ്ങുന്നയാൾ വിൽക്കുന്നയാൾ എന്ന ചലനാത്മകതയിൽ നിന്നും സൈനിക ശേഷിയുടെ സഹവികസനത്തിലേക്കും സംയുക്ത ഉൽപ്പാദനത്തിലേക്കും വ്യക്തമായ മാറ്റം. ന്യൂഡൽഹിയിൽ നടന്ന 18ാമത് ഇന്ത്യ-US പ്രതിരോധ നയ ഗ്രൂപ്പ് യോഗത്തിൽ ഇരുപക്ഷവും നിലവിലുള്ള പദ്ധതികൾ അവലോകനം ചെയ്യുകയും നൂതന ആയുധ സംവിധാനങ്ങൾ, നിരീക്ഷണ പ്ലാറ്റ്ഫോമുകൾ, സമുദ്രശേഷികൾ, കൃത്യതയുള്ള ആക്രമണ സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ സഹകരണത്തിനുള്ള മുൻഗണനാ മേഖലകൾ തിരിച്ചറിയുകയും ചെയ്തു. അധിക P-81 വിമാനങ്ങൾ, കൃത്യതയുള്ള പീരങ്കി സംവിധാനങ്ങൾ തുടങ്ങിയ സാധ്യതയുള്ള ഏറ്റെടുക്കലുകളും ചർച്ചകളിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.